ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസൽ കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഓർഡറുള്ള ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ നിസ്കാരത്തെല്ലാം കഴിഞ്ഞ് ഒരു ഗ്രീൻ ടീയും ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചതിന് ശേഷം ഇപ്പോൾ ദോശ ചുടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പഴം പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരക്കുന്നുണ്ട്. പുഴുങ്ങി കഴിഞ്ഞിട്ട് അരക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഒരു 50 ഉന്നക്കായിൻ്റെ ഓർഡർ, പിന്നെ മുട്ടപ്പാലിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇതാ ഉന്നക്കായി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രോസൺ ആണ് കൊടുക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഞാനിവിടെ ചിക്കൻ കറിയും നെയ്ച്ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി മുട്ടമാല ഉണ്ടാക്കാം. അപ്പോൾ 30 മുട്ടൻ്റെ മുട്ടമാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി പറയാം. അപ്പോൾ ഇതുപോലെ മുട്ടൻ്റെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി വെക്കണം. അപ്പോൾ ഈ മുട്ടൻ്റെ മഞ്ഞ ഒരു ഒരു പാത്രത്തിൽ അരപ്പ ഇട്ടിട്ട് അതിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. 30 മുട്ടയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ 15 മുട്ടൻ്റെ ആയിട്ട് ചെയ്തെടുക്കുന്നത്. എന്താ പറഞ്ഞാൽ ഞാൻ 15 മുട്ടൻ്റെ ഒരു എൻ്റെ കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നത് ഒരു ട്രേ ഉണ്ട്, അല്ല കേക്കിൻ്റെ ഒരു സ്ക്വയർ ടിന്നുണ്ട്. അപ്പോൾ അതിൽ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് 15 മുട്ടൻ്റെ ആണ് ഇതിൽ ഒഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ 15 മുട്ടൻ്റെ വെള്ളം വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കും. അപ്പോൾ ഒന്ന് മിക്സിയിലിട്ട് വെച്ചിട്ടുണ്ട്, ഒന്നൊരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ടൻ്റെ മഞ്ഞയെല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഞാൻ ഇത് ഇതിലിട്ട് അരപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചിട്ടെടുക്കും. അപ്പോൾ അതിലൊരു ചെറിയൊരു ഇതുണ്ടാവും, ഒരു വെളുത്ത ഒരു സാധനം ഉണ്ടാവും. അപ്പോൾ അത് ഡയറക്റ്റ് കുപ്പിയിലേക്ക് ഒഴിച്ചാൽ നമുക്ക് മാല ശരിയായിട്ട് കിട്ടില്ല. അപ്പോൾ അതിനൊന്ന് അരച്ച് കിട്ടണം, അരച്ചിട്ടെടുക്കാം. അപ്പോൾ എല്ലാം അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയൊരു നാര് പോലെയുള്ളൊരു സാധനം ഉണ്ടാവും ആ മുട്ടയിൽ. അപ്പോൾ അത് മുട്ടൻ്റെ മഞ്ഞയിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് മാല ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതൊരു ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു പ്രില്ലിൻ്റെ ബോട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറക്റ്റ് ഒരു നല്ലൊരു ആ ഒരു സൈസിൽ തന്നെ ഇതാക്കിയിട്ട് നമുക്ക് നേരിയതായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി ആ മുട്ടൻ്റെ വെള്ളം കുറച്ച് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ ആ പഞ്ചസാരൻ്റെ എന്തെങ്കിലും വേസ്റ്റ് എല്ലാം ഉണ്ടെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പഞ്ചസാരയിലുണ്ട വേസ്റ്റ് എല്ലാം ഈ മുട്ടൻ്റെ മാലയിലേക്ക് ഒന്ന് പറ്റി പിടിച്ചിട്ട് അപ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം ആ മുട്ടൻ്റെ വെള്ളം എടുത്ത് കളയാം. അപ്പോൾ 30 മുട്ടക്ക് ഞാനിവിടെ ഒരു 2 കപ്പ് പഞ്ചസാരയും 2 കപ്പ് വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ കട്ടിയാക്കിയിട്ടൊന്നും എടുക്കണ്ട, ആ പഞ്ചസാര ഒന്ന് മെൽട്ടായി കിട്ടിയാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പഞ്ചസാരൻ്റെ സിറപ്പെല്ലാം നല്ലതായിട്ട് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി മാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ മാല ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മാല ഉണ്ടാക്കണം. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് തിളച്ച് വന്നാൽ ഇതിന് മാല ഉണ്ടാക്കുക. ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ളത്ര ചുറ്റിച്ച് കൊടുക്കുക. അതിൽ എത്ര ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നടുവിൽ തന്നെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുമ്പോൾ സൈഡിലേക്കെല്ലാം പോയിട്ട് നിൽക്കും. അതിന് ശേഷം നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റുന്ന അത്ര ഉണ്ടാക്കാം അതിൽ. അതിന് ശേഷം 1-2 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി 2 മിനിറ്റിന് ശേഷം ഇതൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം എടുക്കുന്നതിന് മുമ്പ് ഇതൊന്ന് വെള്ളം കുറച്ച് തളിച്ചു കൊടുക്കണം. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. അതിന് ശേഷം ഈ മാല എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ആ ഷുഗർ സിറപ്പ് കുറച്ച് തണുത്ത് വരും. അതിന് ശേഷം ഈ മാല എടുത്ത് ഒരു അരപ്പയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാക്കി മാല ഇങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ രണ്ടാമത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ രണ്ടാമത് മാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒഴിച്ചതിന് ശേഷം ഇപ്പോൾ നേരത്തെ ആദ്യം ഉണ്ടാക്കിയ ആ മാല വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചൂടോടെ തന്നെ മാറ്റിയിട്ട് ഇതൊരു 2 ഫോർക്ക് കൊണ്ട് ഇതൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ട കെട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം മാല സെപ്പറേറ്റ് ആക്കി എടുക്കണം. ഇതുപോലെ ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ തണുത്തതിന് ശേഷം ചെയ്യാൻ പറ്റില്ല, ചൂടോടെ തന്നെ ചെയ്യണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വെള്ളം തളിച്ചിട്ട്
ഇതൊന്ന് ഈ വെള്ളത്തിൽ നിന്ന് ഷുഗർ സിറപ്പിൽ നിന്ന് എടുക്കാം. അപ്പോൾ 30 മുട്ടൻ്റെ മുട്ടമാല ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമുക്ക് 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 30 മുട്ടൻ്റെ മാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ 15 മുട്ടൻ്റെ ഇത് മിക്സിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. 5 മുട്ടക്ക് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ. പിന്നെ കുറച്ച് ഇത് ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് തണുത്തതിന് ശേഷം ഒഴിച്ച് കൊടുക്കണം. പിന്നെ കുറച്ച് ഏലക്ക പൊടിയും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്ക എടുത്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പും ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് ഷുഗർ നല്ലോണം മധുരം വേണ്ട. അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. മിക്സിയിൽ അടിച്ചതിന് ശേഷം ഈ ടിന്നിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ടിന്നിൽ ഒഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ നെയ്യ് പുരട്ടിയതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഇതിൽ 15 മുട്ടൻ്റെയാണ്. അപ്പോൾ നല്ല കറക്റ്റ് സൈസായിട്ട് വരുന്നത്. ഇനി ഇത് ഒരു വലിയൊരു പാത്രത്തിൽ റിങ് താഴ്ത്തി വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ആവി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷം ഇത് വെന്ത് കിട്ടും. അപ്പോൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. വന്നിനാന്ന് നോക്കാൻ ഇപ്പോൾ നമുക്ക് കുത്തി നോക്കാം. അതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ മുട്ടമാലയും 30 മുട്ടൻ്റെ മുട്ടമാലയും കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ ഓർഡർ ഇത്രയാണ്. അപ്പോൾ 4 ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. 15 മുട്ട 2 ബോക്സിൽ, പിന്നെ 15 മുട്ട 2 ബോക്സിൽ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 30 ഇത് ബോക്സിലായിട്ട് തന്നെ കൊടുത്തത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു ഓർഡർ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.